2026 നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാം പഠിച്ചെഴുതിയ എക്സാമിനേഷന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ്. നമുക്കൊന്ന് എക്സാമിനേഷനെ കുറിച്ച് അനലൈസ് ചെയ്താലോ? ഈ വർഷത്തെ എക്സാമിനേഷൻ 2026 നീറ്റ് എക്സാമിനേഷൻ NCERT-യിൽ നിന്നും ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ കൃത്യമായ സിലബസിൽ നിന്നുള്ള ഒരു മോഡറേറ്റ് ആൻഡ് സിമ്പിൾ പാറ്റേണിലുള്ള എക്സാമിനേഷൻ. വിദ്യാർത്ഥികളെ കുഴച്ചില്ല, ഒത്തിരിയധികം ആശ്വാസം തരുന്ന ഒരു എക്സാമിനേഷൻ എഴുതിയ കഴിഞ്ഞ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഒരു ആശ്വാസത്തോടെ എക്സാം എനിക്ക് എളുപ്പമായിരുന്നു, നല്ല എക്സാമിനേഷൻ ആയിരുന്നു എന്നൊരു ഫീഡ്ബാക്കോടുകൂടിയാണ് എക്സാമിനേഷൻ തീർന്നത്. ഇനി നമുക്ക് ഈ വർഷത്തെ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയാലോ? 2024 നമുക്കറിയാം വളരെ ഈസി ആയ എക്സാമിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് അറൌണ്ട് ഒരു 650 വരെ എത്തി. നമുക്കൊരു MBBS സീറ്റ് ഉറപ്പാക്കാൻ 652 മാർക്കൊക്കെ സ്കോർ ചെയ്യേണ്ടി വന്നു. ഇനി അത് 2025 എത്തിയാലോ? 2025 ഒരു എക്സാമിനേഷൻ ടഫ് എക്സാം ആയിരുന്നു എന്ന് നമുക്ക് വേണേ പറയാം. കാര്യം ഫിസിക്സ് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ബയോളജി ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു അഡ്മിഷൻ നോക്കിയാൽ സ്റ്റേറ്റ് മെറിറ്റിൽ 550 മാർക്ക് വന്ന കുട്ടിക്ക് ഗവൺമെന്റ് സീറ്റ് 904 സ്റ്റേറ്റ് റാങ്ക് വന്ന, ഓൾ ഇന്ത്യ റാങ്ക് 10,500 സംതിങ് വന്ന വിദ്യാർത്ഥിക്ക് MBBS-ന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗിലേക്ക് നോക്കുമ്പോൾ 450 മാർക്ക് വന്ന 10,850 റാങ്കും സ്റ്റേറ്റ് റാങ്കും ഓൾ ഇന്ത്യ റാങ്ക് 1,22,000 അറൌണ്ടും വന്ന വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ വർഷം MBBS-ന് നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചത്. ഇനി ഈ വർഷത്തെ 2026 ക്വസ്റ്റ്യൻ പേപ്പറിനെ നാം അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു മോഡറേറ്റ് ടു സിമ്പിൾ എക്സാമിനേഷൻ. അതായത് നന്നായി പഠിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു നീറ്റ് എക്സാമിനേഷൻ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അതേ പാറ്റേണിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ടഫ് എന്ന് പറയാവുന്നത് കുറച്ച് ന്യൂമറിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ആൽഫ അക്കാഡമിയിലെ മുഴുവൻ ടീച്ചേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തു. നമ്മൾ പഠിപ്പിച്ച, വർക്കൗട്ട് ചെയ്യിപ്പിച്ച, മോഡൽ എക്സാമിനേഷൻ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫയിൽ നിന്ന് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ വളരെ ഈസി ആയിരുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഹാപ്പി ന്യൂസിനോടുകൂടിയാണ് ഇന്ന് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ 2026 നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ ടഫും അതിനു മുമ്പും ഈസിയും ഈ വർഷം മോഡറേറ്റും ആണെങ്കിൽ നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 50 to 60 മാർക്ക് കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ വർഷം 2026 അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ കുറിച്ച് അറിയാം. കഴിഞ്ഞ വർഷം അത് 25 lakhs സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 22 lakhs ഡിക്രീസ് ആയി. ഇനി MBBS-ന്റെ സീറ്റിന്റെ കാര്യം എടുത്താലോ? കഴിഞ്ഞ വർഷത്തേക്കാൾ 11,000 to 14,000 സീറ്റുകളാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ കട്ട് ഓഫിനെ എഫക്ട് ചെയ്യും. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 50 to 60 മാർക്ക് കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ വർഷം ഒരു 590 to 610 ഇൻ ബിറ്റ്വീൻ മാർക്ക് ഒരു കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തുന്നതിലേക്ക്, ഒരു MBBS സീറ്റ് ഗവൺമെന്റ് സീറ്റിലോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വരുമ്പോൾ ഒരു 520 മാർക്ക് ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള കട്ട് ഓഫും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഒരു MBBS മാത്രമായിരുന്നില്ലല്ലോ നീറ്റ് എക്സാമിനേഷൻ വഴി നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതിനോടൊപ്പം BDS-ഉം ആയുർവേദവും വെറ്റിനറിയും അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും സിദ്ധയും യുനാനിയും ഇതിനോടൊപ്പം ബയോടെക്നോളജിയും BSc നഴ്സിംഗ് കോഴ്സുകളും എല്ലാം ചേരുമ്പോൾ ഒരു നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിനെ ബേസ് ചെയ്ത് MBBS അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ എത്താനുള്ള സാധ്യതകളെ കുറിച്ച് തിങ്ക് ചെയ്യുക. ഒരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നന്നായി പഠിച്ചതിനെ ബേസ് ചെയ്ത് ഒരു MBBS സീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ സെക്ടറിലെ സീറ്റുകൾ ലഭിക്കാനുള്ള അർഹതയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി MBBS തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം നമ്മുടെ മാർക്ക് ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം അതിനുവേണ്ടി മാറ്റിവെച്ച് പഠിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പം മുതൽ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യാം. ഒരു പേഴ്സണൽ അറ്റൻഷനോടെ NCERT ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഓവറോൾ നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ 2026 നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നീറ്റിന്റെ പാറ്റേണിലുള്ള ഒരു നല്ല എക്സാമിനേഷൻ.
സിമ്പിൾ ആൻഡ് മോഡറേറ്റ് എക്സാമിനേഷൻ. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ന്യൂമറിക്കൽസ് ഉണ്ടായിരുന്നു. എവിടുന്നൊക്കെയാണോ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ജെനറ്റിക്സും ബയോടെക്നോളജിയും ഹ്യൂമൻ ഫിസിയോളജിയും ഇതൊക്കെ കൃത്യമായി പറഞ്ഞ രീതിയിൽ തന്നെ ചോദിച്ചു. ഫിസിക്സിലേക്ക് വന്നാൽ ഒത്തിരി കുഴപ്പിക്കാതെ തന്നെ ന്യൂമറിക്കൽസ് ഡയറക്റ്റ് പാറ്റേണിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ തന്നെ ഫിസിക്സും ചോദിച്ചു. കെമിസ്ട്രിയും ഇതുപോലെ തന്നെ. അതായത് നന്നായി പഠിച്ച കുട്ടികൾക്ക്, നന്നായി മോഡൽ എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് 2026 എക്സാമിനേഷൻ ഒരു നല്ല എക്സാമിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 580 to 600 അറൌണ്ട് നിങ്ങളുടെ മാർക്ക് എത്തുന്നുണ്ടോ, MBBS ഒരു ഗവൺമെന്റ് സീറ്റിലും അതിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഇതിനോടൊപ്പം തന്നെ മറ്റുള്ള സീറ്റുകൾക്കും നിങ്ങൾക്ക് കിട്ടുവാൻ സാധിക്കട്ടെ. ഇനി ഇതൊരു ഫസ്റ്റ് അനലൈസ് ആണ്. നമ്മുടെ ആൽഫ അക്കാഡമിയിലെയും ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലെയും എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സുകൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിനെ മുഴുവൻ അനലൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് കട്ട് ഓഫ് പ്രഡിക്ഷൻ ആണ് നമ്മൾ നൽകുന്നത്. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഈ സ്കോറിനെ ബേസ് ചെയ്ത് ലഭിക്കട്ടെ. ഇനി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. ഇന്ന് എല്ലാ സബ്ജക്റ്റിന്റെയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്യും, ഡിസ്കസ് ചെയ്യും, ആൻസർ കീ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിനെ ബേസ് ചെയ്ത്, ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്, അഡ്മിഷൻ പ്രൊസീജിയറിനെ ബേസ് ചെയ്ത് പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.